ഹലോ, അപ്പം നമുക്ക് പുഞ്ച പാർക്കിലെ വിശേഷങ്ങളായാലോ? ഇന്ന് രാവിലെ തന്നെ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ നല്ല ഭംഗിയിലുള്ള ഫ്ലവേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇവിടെ പോകാൻ കാരണം അമ്മയായിരുന്നു. അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവിടെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും രാവിലെ, അപ്പം നീ വന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുക്ക് അങ്ങനെ പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു പാർക്കായതുകൊണ്ടും ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ഇന്നാണ് എനിക്കിന്ന് നല്ലപോലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത്. നല്ലപോലെ എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പൂക്കളുണ്ടാവുന്ന മരത്തിൽ പൂക്കളും പിന്നെ കായ്കൾ ഉണ്ടാവുന്ന മരത്തിൽ കായ്കളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മരങ്ങളാണെങ്കിൽ അതിലെല്ലാം നമുക്ക് ഓരോന്നുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ നടന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ നടന്നു ഇതൊക്കെ നോക്കി. ഈ കാണുന്നതാണ് വഞ്ചിപ്പുര. ഇവിടെ ഓരോ ഫങ്ഷൻസൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ലാസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഇവിടെ ചുറ്റും പാടായതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ വന്നിരിക്കാനും എല്ലാത്തിനും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ നമുക്ക് ഇവിടെ വന്ന് ചില്ല് ചെയ്യാം. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു തണുത്ത കാറ്റ് അനുഭവപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും പാടായതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റായിരിക്കും. നമുക്ക് ചൂടുണ്ടെങ്കിൽ വെയിലുണ്ടായിരിക്കും, പക്ഷേ നമുക്കത് അറിയുക പോലും ഇല്ല. അത്രയും നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഇനി മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ നിറയുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒന്ന് ഇവിടെ വറ്റി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു വരുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനും ഊഞ്ഞാലാടാനൊക്കെ ആയിട്ട് കുറേ ഊഞ്ഞാലും ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ചുറ്റും ഇങ്ങനെ കണ്ടു, അങ്ങനെ നടന്നു. പിന്നെ അതിനിടയ്ക്ക് അവിടെ എത്തിയതിന് ശേഷം നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം കയറുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ ഓരോ ചിത്രങ്ങളിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിങ്ങനെ കാറും എന്തൊക്കെയോ ട്രാക്ടറൊക്കെയാന്ന് തോന്നുന്നു. പണ്ടത്തെ കുറേ ചിത്രങ്ങളും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കെന്നാൽ ഈ ബാക്ക് സൈഡും എല്ലാതും ഒന്ന് കാണിക്കാമെന്ന്. അങ്ങനെ പിന്നെ ബാക്ക് സൈഡ് ഇതൊരു സൈഡാണ് അവിടുത്തെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവിടെയും കുറച്ച് ഞാൻ പറഞ്ഞില്ല വേറെ ഒരു സ്ഥലമുണ്ട് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടായിട്ട്, അങ്ങനെ അതാണിത്. അങ്ങനെ അതും കാണിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലാടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് ഞാൻ വിചാരിച്ചെന്നാൽ ഊഞ്ഞാലാടി കാണിക്കാമെന്ന്. പിന്നെ കുറച്ച് നേരം ഊഞ്ഞാലാടി. 2 ആട്ടം ആടിയിട്ട് പിന്നെ ഞാൻ പോയത് അവിടെ ഒന്നും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പറയാനാണെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ വീണ്ടും നിങ്ങൾക്ക് കാണിക്കാമെന്ന്, ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോയിൽ. ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു മഞ്ഞ കളർ പൂവാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ചെറിയ മരത്തിലാണ് ഗൈസ് ഇങ്ങനെ റംബൂട്ടാൻ ഉണ്ടായിട്ടുള്ളത്. കുറേ എണ്ണം കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കെട്ടിവെച്ചത് മറ്റേ വവ്വാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കടിക്കാതിരിക്കാനാന്ന് തോന്നുന്നു. പിന്നെ അവിടെ നടന്നു വീണ്ടും ഇങ്ങനെ ഓരോന്ന് കാണിക്കാം. പിന്നെ വിചാരിച്ചു ഞാൻ 10 മണി കാണിക്കാം. 10 മണിയുടെയൊക്കെ പലതരം വെറൈറ്റീസാണ് അവിടെ ഉള്ളത്. അതിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ വേറൊരു പുഞ്ച പാർക്ക് എന്ന് എഴുതിയിട്ട് വീണ്ടും അവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വീണ്ടും ഞാൻ എടുത്തതിനിടയ്ക്ക് ഞാൻ അവിടെ ഒരു കിളികളെ കണ്ടു ഗൈസ്. ഒരു കിളി അവിടെ നിന്ന് വന്ന് പോണത് കണ്ടു. അപ്പം നോക്കിയപ്പോൾ 3 കുഞ്ഞുങ്ങളതിൽ വിരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോയി അനക്കിയപ്പോൾ അവർ തീറ്റ കൊടുക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ വായ വെച്ചിട്ട് ഇങ്ങനെ അനക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിളീനെയും ഞാൻ കണ്ടു ഗൈസ് അവിടുന്ന്. ഈ കിളിയുടെ മക്കളാണത്. പിന്നെ അവിടെ നിന്ന് ആ കിളി എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മാറി. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ അടുത്ത് നേരത്തെ തന്നെ, ചെറിയ മരത്തിലാണെങ്കിലും കുറേ സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മളവിടെ നിന്ന് മാറി. പിന്നെ ഞാൻ വിചാരിച്ചു ഗെയിം പോയിൻ്റ് കാണിച്ചു തരാമെന്ന്. അവിടെയും കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് VR 3D ആയിട്ടൊക്കെ കാണില്ല നമ്മൾ ശോഭ സിറ്റിയിലൊക്കെ പോയിട്ട്, അതുപോലെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്നും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല
എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന്. പിന്നെ അവിടെയൊക്കെ നടന്നു. എൻ്റെ കണ്ണിലൂടെ കാണുന്ന ഒന്നും ഫോണിൽ കൂടെ എത്രയായാലും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടിക്കറ്റിൻ്റെ ഫോട്ടോസും പിന്നെ ടൈമും പിന്നെ അവിടുത്തെ എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പാർക്കിലേക്ക് വരാൻ വേണ്ടി നോക്കുക. അപ്പോൾ ബായ്.